നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ഓൺലൈൻ ഭക്ഷണം ആശ്രയിച്ച് കഴിയുന്നവർ പട്ടിണിയിലാകും. ഓൺലൈൻ ഭക്ഷണ വിതരണ ജീവനക്കാർ സമരത്തിൽ. സ്വിഗ്ഗി, സൊമാറ്റോ ഇന്നു മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. ശമ്പള വർധനവടക്കം ആവശ്യപ്പെട്ടാണ് സമരം. കിലോമീറ്റർ 25 രൂപ മാത്രമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മാന്യമായ രീതിയിൽ കിലോമീറ്ററിന് 13 രൂപ തരത്തിലേക്ക് വേതനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 2008 മുതലുള്ള വേതനമാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റി പുനഃസ്ഥാപിക്കണം. ഇൻസെന്റീവ് നിരന്തരമായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസെന്റീവ് പുനഃസ്ഥാപിക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുണ്ട്. അപകട മേഖലക്കകത്ത് ഏതും തൊഴിലാളിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിനൊരു ഹെൽപ്പ് ഡെസ്കോ അങ്ങനെ ഇൻഷുറൻസ് ലഭിക്കാൻ ആവശ്യമായ യാതൊരു സംവിധാനവും മാനേജ്മെന്റ് നിലവിൽ ഒരുക്കിയിട്ടില്ല. ഇതിനെതിരെ കൂടിയാണ് ഈ സമരം നടക്കുന്നത്. ജീവിച്ചു തുടങ്ങും മുൻപേ നടു റോഡിൽ പൊലിഞ്ഞു. നാടിനെ നടുക്കി വീണ്ടും വാഹനാപകടം. പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് കാറുമായി കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. നവദമ്പതിമാരായ പ്രമാടം മല്ലശ്ശേരി സ്വദേശി നിഖിൽ ഈപ്പൻ മത്തായി, ഭാര്യ അനു ബിജു, നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ കാർ അപകടത്തിൽ മരിച്ചത്. മധുവിധുവിനായി മലേഷ്യയിലേക്ക് പോയ നിഖിലിനെയും അനുവിനെയും തിരികെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുമ്പോഴായിരുന്നു അപകടം. 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ നവംബർ 30-നായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. നിഖിലിന്റെ ജോലിസ്ഥലമായ കാനഡയിലേക്ക് അനുവിനെയും കൂട്ടി ജനുവരി 15-ന് പോകാനിരിക്കെയാണ് ഈ ദാരുണമായ സംഭവം. രാത്രികാലങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഇതിനൊരു പോംവഴിയായി പോലീസിന്റെ ഭാഗത്തു നിന്നും നൈറ്റ് പെട്രോളിംഗ് അത്യാവശ്യമായ ഘട്ടത്തിലാണിപ്പോൾ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഇവിടെ ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നാണ് മനസ്സിലാക്കുന്നത്. ആ റൂട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശബരിമല സീസണാണ്. ആയിരക്കണക്കിന് വണ്ടികളാണ് അതിലൂടെ കടന്നു പോകുന്നത്. അവരവർ തന്നെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറക്കം വന്നാൽ ഉറങ്ങുക എന്ന ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വയോമിത്രം പദ്ധതിക്ക് ഫണ്ടില്ല. ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ വെട്ടിക്കുറച്ചു. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന വയോമിത്രം പദ്ധതിയിൽ പ്രമേഹത്തിനുള്ള മരുന്നുകളുടെ വിതരണം വെട്ടിക്കുറച്ചു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 20 കോടി കുടിശ്ശികയായതോടെ 130ഓളം മരുന്നുകൾ വിതരണം ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ 85 മരുന്നുകളായി ചുരുങ്ങി. നേരത്തെ മാസത്തിൽ 6 ഇൻസുലിൻ വരെ ലഭിച്ചവർക്ക് ഇന്ന് 1-2 എണ്ണമാണ് ലഭിക്കുന്നത്. KMCL-ന് കഴിഞ്ഞ വർഷം 7 കോടിയും ഈ വർഷം 13 കോടിയോളവും നൽകാനുണ്ട്. അടിയന്തരമായി 5.5 കോടി അനുവദിക്കണമെന്ന ആവശ്യം ധനവകുപ്പിന്റെ പരിഗണനയിലാണ്. കേന്ദ്രം പദ്ധതിയോട് മുഖം തിരിച്ചതിൽ സർക്കാർ ആശങ്കയിൽ. സംസ്ഥാനം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തതിനാൽ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്ന സമഗ്ര ശിക്ഷ കേരളയുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. ഭിന്നശേഷി കുട്ടികളുടെ സ്റ്റൈഫൻഡ്, പാവപ്പെട്ട കുട്ടികളെ പാർപ്പിക്കുന്ന ഹോസ്റ്റലുകൾ എന്നിവയുടെ പ്രവർത്തനം, സൗജന്യ യൂണിഫോം, സ്കൂളുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയവ അനിശ്ചിതത്വത്തിലായി. തീരെ പാവപ്പെട്ട കുട്ടികളെ പാർപ്പിക്കുന്ന 7 ഹോസ്റ്റലുകളാണ് SSKയുടെ കീഴിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഫണ്ട് ലഭിക്കാതാകുന്നതോടെ ഇവയുടെ പ്രവർത്തനം നിലയ്ക്കുമോ എന്ന ആശങ്കയാണ് നിലവിൽ. 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ് SSKക്ക് ലഭിക്കുന്നത്. എന്നാൽ ധാരണാപത്രത്തിൽ കേരളം ഒപ്പിടാത്തതിനാൽ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിനെ LDF ഘടകകക്ഷിയായ CPI എതിർത്തതോടെയാണ് ഒപ്പുവെക്കേണ്ടെന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ വിമർശിച്ച് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. സുരേഷ് ഗോപിയുടെ നടന വൈഭവമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ടതെന്നും ഇതിനു പിന്നിൽ എന്ത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും KN ബാലഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം DMK അംഗം കനിമൊഴി കേരളവും തമിഴ്നാടും ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ലോക്സഭയിൽ സംസാരിച്ചതിനിടെ സുരേഷ് ഗോപിയുടെ ആംഗ്യം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇതിനെതിരെയാണ് മന്ത്രിയുടെ പ്രതികരണം. ശബരിമല വരുമാനത്തിൽ വൻ വർധനവ്. ഈ വർഷം 29 ദിവസം പൂർത്തിയാകുമ്പോൾ ശബരിമലയിൽ ആകെ വന്നിട്ടുള്ള വരുമാനം 169,89,20,204 രൂപയാണ്. ഇത്തവണ അധികമായി 22,66,22,481 കോടിയുടെ അധിക വരുമാനമാണ് ലഭിച്ചിരിക്കുന്നത്. വനിതാ ക്രിക്കറ്റിൽ വയനാടൻ വീര്യം. മിന്നുമണിക്കും സജന സജീവനും പിന്നാലെ വനിതാ ക്രിക്കറ്റിൽ വയനാടിന്റെ താരത്തിളക്കം കൂട്ടി VK ജോഷിതയും വനിതാ പ്രീമിയർ ലീഗിന്റെ ഭാഗമായി. കഴിഞ്ഞ ദിവസം നടന്ന
താരലേലത്തിൽ വയനാട്ടുകാരിയായ ജോഷിതയെ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ടീം 10 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി. WPLലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാമത്തെ വയനാട്ടുകാരിയാണ് ജോഷിത. തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങാത്തതിൽ ആനുകൂല്യങ്ങൾ റദ്ദാക്കി. 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് പൊതുവിതരണ വകുപ്പ്. AAY മുൻഗണന സബ്സിഡി വിഭാഗങ്ങളിൽ നിന്നായി സംസ്ഥാനത്ത് ആകെ 65,072 റേഷൻ കാർഡ് ഉടമകളെയാണ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് തരം മാറ്റിയത്. ആനുകൂല്യങ്ങളുള്ള കാർഡ് കൈവശം വയ്ക്കുകയും സ്ഥിരമായി റേഷൻ വാങ്ങാതിരിക്കുകയും ചെയ്തവരുടെ പട്ടിക തയ്യാറാക്കിയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും നീക്കം ചെയ്തത്. അന്ത്യോദയ അന്നയോജന വിഭാഗം റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള 7,040 കുടുംബങ്ങളും പൊതുവിഭാഗം സബ്സിഡിയുള്ള 4,332 റേഷൻ കാർഡ് ഉടമകളും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല. ഇവരുടെ റേഷൻ കാർഡും പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റേഷൻ കാർഡുകൾ തരംതിരിക്കപ്പെട്ടത് എറണാകുളം ജില്ലയിലാണ്. പുഞ്ചക്കരിപ്പാടത്ത് ദേശാടന പക്ഷികളെത്തി. കഴുകന്റെ വലിപ്പമുള്ള കന്യാസ്ത്രീ കൊക്ക് എന്ന കരിംകൊക്കും പുളിച്ചുണ്ടൻ കൊതുമ്പനം എന്ന പെലിക്കനും വെള്ളയണിയിലെ പുഞ്ചക്കരിപ്പാടത്ത് ദേശാടനത്തിനെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കരിംകൊക്കുകൾ എത്തിത്തുടങ്ങിയത്. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ പട്ടികയിൽപ്പെട്ടവയാണ് കരിംകൊക്കുകൾ. കന്യാസ്ത്രീകളുടെ വസ്ത്രത്തിന്റെ നിറമുള്ളതിനാലാണ് കന്യാസ്ത്രീ കൊക്കുകൾ എന്ന വിളിപ്പേരുണ്ടായത്. മാന്ത്രിക താളം നിലച്ചു. പ്രശസ്ത തബലിസ്റ്റ് സക്കീർ ഹുസൈൻ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 12-ാം വയസ്സു മുതലാണ് അദ്ദേഹം തബലയിൽ കച്ചേരി അവതരിപ്പിച്ചു തുടങ്ങിയത്. 1999 യുണൈറ്റഡ് നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി. US-ൽ കലാകാരന്മാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണിത്. രാജ്യം പത്മശ്രീയും പത്മഭൂഷണം പത്മവിഭൂഷണം നൽകി ആദരിച്ചിട്ടുണ്ട്. കൂടാതെ 2009 ഗ്രാമി പുരസ്കാരവും അന്തർദേശീയ പുരസ്കാരങ്ങളും നിരവധി തവണ നേടിയ വ്യക്തിയാണ് സാക്കിർ ഹുസൈൻ. ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച സംഭവത്തിൽ കാർ കസ്റ്റഡിയിൽ. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. 4 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതികൾ ഒളിവിലാണെന്നാണ് ഇതുവരെയുള്ള വിവരം. സംഭവത്തിൽ കർശന നടപടി വേണമെന്നും മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. നടന്ന സംഭവം ദൗർഭാഗ്യകരമെന്ന് ഗവർണറും അഭിപ്രായപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തയും ദൃശ്യങ്ങളും തേർഡ് ഐ വിഷൻ പുറത്തുവിട്ടിരുന്നു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. കാന്താരി കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ. മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത കാന്താരി ഔഷധങ്ങളുടെ കലവറയാണ്. കാന്താരിയിലെ ജീവകം C ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുകയും പ്രതിരോധശേഷി കൂട്ടുകയും ചെയ്യുന്നു. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നു. ഹൃദയരോഗമുണ്ടാക്കുന്ന ട്രൈഗ്ലൈസറൈഡുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നു. എരിവ് കൂടുതലായതിനാൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. രക്തക്കുഴലുകൾ കട്ടിയാവുന്നത് തടയുന്നു. ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. തേർഡ് ഐ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.